മാങ്ങയ്ക്ക് ഒരുപാട് കിട്ടുന്ന ഈ സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഓരോന്നും എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എന്നുള്ളത്. ആദ്യമേ കാണിക്കുന്നത് മാങ്ങ ചമ്മന്തിയാണ്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നല്ല പുളിയുള്ള മാങ്ങ കഷ്ണങ്ങളാക്കിയത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 5 6 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാനിവിടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം ഉണക്കമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ പൾസ് മോഡിൽ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. നല്ല ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, കഞ്ഞിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. നല്ല പുളിയുള്ള മാങ്ങയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് മാങ്ങ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് അടുത്ത റെസിപ്പി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. മാങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ് കാണിക്കുന്നത്. ഈ ഒരു കറി മാത്രം മതി നമ്മൾക്ക് ചോറിനാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, 2 പിടി തേങ്ങ ചിരവിയത്, എരിവിനാവശ്യമായിട്ട് 3 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് തൈരാണ്. 2 3 വലിയ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. തൈരിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്, കാരണം മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഞാനിതിവിടെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ വഴറ്റിയെടുക്കുക. ചുവന്നുള്ളി കുറച്ചൊന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിനി ഇതിനകത്തേക്ക് കൊണ്ടാട്ടം മുളകാണ് ഇട്ട് കൊടുക്കാനുള്ളത്. 4 കൊണ്ടാട്ടം മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ മുളകൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും കുറച്ച് നേരം വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് സാധാരണ ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഉലുവാപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കറി നല്ല പാകമായി വന്നിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ ഒപ്പം ഈ കറി എടുത്ത് കൊണ്ടാട്ടം മുളകും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം. താളിക്കുന്ന സമയത്ത് കൊണ്ടാട്ടം മുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾക്ക് അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അടുത്തത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് കാണിക്കുന്നത്. അതിനായിട്ട് 2 3 മാങ്ങ എടുക്കുക. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കുക. തൊലിക്കധികം കട്ടിയില്ലാത്ത മാങ്ങയാണെങ്കിൽ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈ വെച്ച് നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി അടച്ചു വെക്കാം. 4 5 വെളുത്തുള്ളിയും കൂടെ വേണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ റെഡിയാക്കി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത്. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 4 5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നടു ഒന്ന് കീറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെ കളറെല്ലാം കുറച്ച് മാറി വരുന്ന സമയത്ത് 4 5 ഉണക്കമുളകും കൂടെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം കൂടെ വഴറ്റിയെടുക്കുക. മുളകൊക്കെ കുറച്ചൊന്ന് വീർത്ത് വരും. ആ ഒരു സമയത്ത് ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെയിം ഏറ്റവും കുറവിൽ വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനിപ്പം ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഈ ചൂടിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. പാത്രത്തിൻ്റെയും എണ്ണയുടെയും ചൂടുണ്ടായിരിക്കും. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും.
ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വെളുത്തുള്ളി ഇല്ലാതെയും ഇത് ഉണ്ടാക്കാം. അതായത് നല്ലെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ബാക്കി പൊടികളും മാത്രം ഇട്ട് കൊടുത്തിട്ടും ഇത് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ചൂടാറുമ്പോൾ ഗ്ലാസ് ബോട്ടിലിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഈ അച്ചാർ ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. ഒരാഴ്ചയിലൊക്കെ നമ്മളിത് തീർക്കണം. ഇനി ഒരുപാട് ദിവസം കേടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ചൂടാറുമ്പോൾ ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചാൽ കുറേ ദിവസം കേടാകാതിരിക്കും. ഇനി നമ്മൾക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ഇതും ഒരു മാങ്ങാക്കറി തന്നെയാണ്. ഇത് വേറെ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മീൻകറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിലാണ് ഈ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത്, കൂടെ തന്നെ ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് 1 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുക. തിളയ്ക്കുമ്പോഴത്തേക്കും വെന്തുടയുന്ന മാങ്ങയാണെങ്കിൽ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കരുത്. അപ്പോൾ പിന്നെ തിളച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഉടഞ്ഞു പോകും. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാങ്ങ കഷ്ണങ്ങളുടെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ആ ഒരു സമയം കൊണ്ട് ഇതിനകത്തേക്ക് വേണ്ട തേങ്ങ അരപ്പ് പെട്ടെന്ന് തന്നെ ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3-4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അരിഞ്ഞത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം. തക്കാളിയിൽ നിന്നും കൂടിയുള്ള വെള്ളം ഇറങ്ങി വരും. അതുകൂടെ നോക്കിയിട്ട് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ആദ്യമേ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കറി അടുപ്പത്ത് വെച്ചത് നല്ല പോലെ തിളയ്ക്കാറായി കാണും. ആ ഒരു സമയത്ത് നമ്മൾക്കിതിനകത്തേക്ക് തേങ്ങ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. മാങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണിത്. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിനി കറി ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ ഇത് തിളച്ചുകൊണ്ടിരിക്കും. മാങ്ങയെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിനകത്തേക്ക് താളിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കുക. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് 1 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറച്ചൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ 2-3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. എരിവ് കുറഞ്ഞ മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളകാണെങ്കിൽ അതാണ് നല്ലത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മാങ്ങാക്കറിയിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമ്മൾക്ക് ലാസ്റ്റ് റെസിപ്പി എന്താണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസാണ് കാണിക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ പാകത്തിലുള്ള പച്ചമാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് പുളിയുണ്ട്, എന്നാൽ പഴുത്തിട്ടുമില്ല. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, പിന്നെ കുറച്ച് പുതിനയില. ഇത്രയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കുക. ഇത് അരച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ അരിച്ചെടുക്കാതെയാണ് ചെയ്യുന്നത്. നല്ല പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ഇട്ടതിന് ശേഷം കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്